Hello, welcome to day 20 of Introducing 1000 Pets. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കെവിനാണ് ആൻഡ് ഹീസ് എ ഷിറ്റ്സു. നമ്മളെ ഈ ഷിറ്റ്സു ബ്രീഡിന്റെ ഹിസ്റ്ററി ഒക്കെ തപ്പി പുറകോട്ട് പോകുമ്പോൾ ഈ ടിബറ്റൻ മൊണാസ്ട്രി തൊട്ട് ചൈനീസ് എംപയർ മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു ഹിസ്റ്ററിയാണ് ഇവർക്കുള്ളത്. ഈ ടിബറ്റൻ മോങ്സ് ചൈനീസ് എംപറേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രീഡാണ് ഷിറ്റ്സു എന്ന് പറയുന്നത്. ആൻഡ് ഷിറ്റ്സു എന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് സ്മോൾ ലയൺ, അതായത് ഒരു ചെറിയ സിംഹക്കുട്ടി എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ചൈനീസ് എംപറേഴ്സിന് അല്ലാതെ കോമൺ ആയിട്ടുള്ള മനുഷ്യർക്ക് ഇവരെ കീപ്പ് ചെയ്യാനോ വളർത്താനോ ഉള്ളൊരു പെർമിഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളൊരു കംപ്ലീറ്റ് റോയൽ ആണ്. ചൈനീസ് ഡോവേജർ എംപ്രസ്, ചൈന പേരായതുകൊണ്ട് നമുക്ക് പേരൊന്നും പറയാൻ കിട്ടുന്നില്ല. പക്ഷെ പുള്ളിക്കാരിയുടെ മരണശേഷം ഈ ബ്രീഡ് കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ഷന്റെ ഒരു വക്കത്ത് എത്തി നിൽക്കുകയായിരുന്നു. കാരണം അന്ന് പറയുകയാണെങ്കിൽ ഒരു 14 ഡോഗ്സ് മാത്രമേ ഈ വേൾഡിൽ ഷിറ്റ്സു ബ്രീഡിൽ ഉണ്ടായിരുന്നുള്ളൂ, അതായത് 7 മെയിൽ ആൻഡ് 7 ഫീമെയിൽ. അപ്പോൾ അവരുടെ മരണശേഷം ഈ ബ്രീഡ് ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവരെ പിന്നെ ഇംഗ്ലണ്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതും ഇന്നത്തെ ഷിറ്റ്സു പോപ്പുലേഷനിലേക്ക് അന്നത്തെ ആ 14 ഡോഗ്സിനെ വെച്ച് ബ്രീഡ് ചെയ്ത് എത്തിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവരെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവർക്ക് ഒരു പോപ്പുലാരിറ്റി കയറുന്നത് നമ്മുടെ കോവിഡിന്റെ സമയത്താണ്. അന്നാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇൻക്വയറീസ് ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പെറ്റ്സിനെ വാങ്ങുന്നതും. ഇവരെ ഓൺ ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹൈപ്പോഅലർജനിക് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. ഒത്തിരി ഷെഡിങ് ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ആള് കോമ്പാക്റ്റ് ആണ്, നല്ല സ്റ്റേഡിയാണ്. അപ്പൊ ചെറിയ സ്പേസസിനും ചെറിയ അപ്പാർട്ട്മെന്റ്സിനും ഒക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗാണ്. പിന്നെ ടെമ്പർമെന്റ് വളരെ കൂൾ ആൻഡ് ജെന്റിൽ കാം ആയിട്ടുള്ള ടെമ്പർമെന്റ് ആണ്. നമുക്ക് കൊച്ചു കുട്ടികളായിട്ട് ഉള്ളവർക്കും അല്ലെങ്കിൽ മറ്റ് പെറ്റ്സ് ഉള്ളവർക്കും ഒക്കെ ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഷിറ്റ്സു എന്ന് പറയുന്നത്. പിന്നെ ഇവർ അത്യാവശ്യം നല്ല ലൈഫ് സ്പാൻ ഉള്ള ആൾക്കാരാണ്. ഒരു 10 to 16 ഇയേഴ്സ് വരെയൊക്കെ ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്. പിന്നെ ഇവരെ നോക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവർ ലോങ് കോട്ടാണ്. അപ്പോൾ ഹെയർ അത്യാവശ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഗ്രൂമിങ് റിക്വയർമെന്റ്സ് ഉണ്ടാവും. എല്ലാ ദിവസവും കോംബ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കോംബ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവർ കെനൽ ട്രിമൊക്കെ അടിച്ച് ഷോർട്ട് ഹെയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പിന്നെ ഇവർ ഫ്ലാറ്റ് ഫേസ്ഡ് ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ വയസ്സാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഇവരുടെ കണ്ണിന് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഡെന്റൽ ഇഷ്യൂസ്, ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ജനറലി വരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള ആൾക്കാരാണ്. ഒത്തിരി നേരം നമുക്ക് ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ആള് കുറച്ച് സ്റ്റബേൺ ആവാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ ആ ഒരു രാജരക്തത്തിന്റെ അഹങ്കാരം ഒക്കെ ഇപ്പോഴും രക്തത്തിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്കാരാണ്. ചിലപ്പോൾ കുറച്ച് സ്റ്റബേൺനെസ് ഒക്കെ കാണിക്കും. പിന്നെ ചില ആൾക്കാർ, ചില ഷിറ്റ്സൂസ് വളരെ പാവമായിട്ട് വളരെ ജെന്റിലായിട്ട് കാമായിട്ട് ബിഹേവ് ചെയ്യുന്നവരുണ്ട്. മറ്റു ചിലർ അത്യാവശ്യം നല്ല വോക്കലാണ്, നല്ല ലൗഡാണ്. ചിലപ്പോൾ നല്ലോണം കുരയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇയാളുടെ പെറ്റ് പേരന്റുമായിട്ട് ചോദിച്ചറിയാം. ഹലോ, അപ്പൊ നമുക്ക് നമ്മുടെ കെവിന്റെ പേരന്റ് തരുൺ എന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ. ഹലോ. എടാ ദുഷ്ടായ. ഹായ് തരുൺ. ഇയാളാളെ ഒരു സെലിബ്രിറ്റി ആണെന്ന് കേട്ടല്ലോ. കെവിൻ ഇപ്പൊ ഒരു 2 സിനിമയില് ഇങ്ങനെ ജസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. 2 സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഹലോ മമ്മി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫിലിം ഇറങ്ങിയായിരുന്നല്ലോ. അപ്പൊ അതിലൊരു ചെറിയ റോളിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമില് അത്യാവശ്യം കണ്ണൻ അപ്പൊ കുറച്ച് ഇതുണ്ടായിരുന്നു, കുറച്ച് ഷോർട്സ് ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പം കെവിൻ 6 ഇയേഴ്സ് കഴിഞ്ഞു, ജസ്റ്റ് 6 ഇയേഴ്സ് കഴിഞ്ഞു. കെവിന് എത്ര വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? കെവിനെ നമ്മൾ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങുന്ന സമയത്ത്, അതായത് ഇവനൊരു 9 months ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഡൽഹിയിൽ നിന്നൊരു സത്യം ബിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡർ ഉണ്ട്, ഷിറ്റ്സുവിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രീഡർ ഇൻ ഇന്ത്യ. അപ്പൊ പുള്ളിയുടെ നിന്നാണ് ഇവനെ കൊണ്ടുവരുന്നത്. 9 മാസമായപ്പോൾ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവനെ ഇവിടെ കുറച്ച് ഡോഗ് ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്തു. പുള്ളി ഇന്ത്യൻ ചാമ്പ്യനായി. പിന്നെ 2-3 സ്ഥലത്ത് പോയി, ട്രിവാൻഡ്രം, പിന്നെ 1-2 സ്ഥലത്തൊക്കെ പുള്ളി, എനിക്ക് ഒരിടത്ത് 4th ബെസ്റ്റ് ഇൻ ഷോ ആയിരുന്നു ടോട്ടൽ ഷോയിലെ, വേറൊരിടത്ത് 7th ബെസ്റ്റ് ഇൻ ഷോ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പെർഫോം ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഞാൻ അകത്തിങ്ങനെ ലോങ് ഹെയർ ആയിട്ട്. അതെ അതെ, ആ ഷോ ചെയ്തോണ്ടിരുന്നപ്പോഴത്തെ ഫോട്ടോ ആണ്. അത് തലമുടിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ആർട്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള സംഭവം. അപ്പൊ ഇപ്പൊ ഇനി ഷോ ഒന്നും ചെയ്യുന്നില്ല, ഫുൾ ട്രിം? ഇല്ല, ഓൾറെഡി ഇന്ത്യൻ ചാമ്പ്യൻ ആയി. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെയാണ് പിന്നെ ഇത്രയും കോട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. പുള്ളിക്ക് ഇത്രയും കോട്ടുമായിട്ട് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബോഡിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കിയത്. അതുകൊണ്ടാണ്. ഇയാള് മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഇയാളുടെ ഗ്രൂമിംഗ് റിക്വയർമെന്റ്സ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഗ്രൂമിംഗ് റിക്വയർമെന്റ്സ് ഇപ്പൊ ഇവനെ നമ്മൾ വാഷ് ചെയ്യുന്ന 10 ഡേയ്സിൽ ഒരു ദിവസം നമ്മൾ വാഷ് ചെയ്യും ഇവനെ. പിന്നെ ബ്രഷിങ് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ഇവന്റെ നടത്തി പോകും. അപ്പം നോട്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. നേരം ഇയാള് ആക്റ്റീവ് ആണോ? ഒത്തിരി എനർജി ആവശ്യമുള്ള ബ്രീഡോ അല്ലെങ്കിൽ ഒത്തിരി എക്സസൈസ് ആവശ്യമുള്ള ആൾക്കാരാണോ? ഒരു ആക്റ്റീവ് ആണ്, ഒരു 3 മിനിറ്റ് ഒക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻആക്റ്റീവ് ആവും പുള്ളി. അതായത് ചീഞ്ഞ ചൂട് കാര്യങ്ങളൊക്കെ കാരണം പുള്ളി അങ്ങനെ 2-3 മിനിറ്റ് ഒക്കെ പുള്ളി കുറച്ചൊക്കെ പുറത്തൊക്കെ ആണെങ്കിൽ കേട്ടോ. അകത്താണെങ്കിൽ കുഴപ്പമില്ല. പുറത്തൊക്കെ ആണെങ്കിൽ കുറച്ചു നേരം നല്ല ആക്റ്റീവായിട്ട് ഓടുകയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. ഇയാളുടെ ഫുഡൊക്കെ എങ്ങനെയാണ്?
ഫുഡ് നമ്മൾ ആക്ച്വലി ഇവന്റെ സ്റ്റൊമക്ക് ആക്ച്വലി സെൻസിറ്റീവ് ആണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ബ്രാൻഡുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് വയറിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ ഡക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗോണേറ്റീവിന്റെ ഡക്ക് അതാണ് നമ്മൾ ഇവന് ഫീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ തന്നെ സാൽമൺ ഉണ്ട്. ഇത് രണ്ടും പുള്ളിക്ക് കുഴപ്പമില്ല. സാൽമണും ഡക്കും കുഴപ്പമില്ല. ചിക്കൻ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും വയറിന് ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഈ പറഞ്ഞ ഗോനേറ്റീവ് സാൽമൺ, ഗോനേറ്റീവ് ഡക്ക്, ഈ 2 പ്രോഡക്ട്സ് ആണ് ഇവന് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കെവിന്റെ വിശേഷങ്ങൾ. സോ ഫോർ മോർ ഇൻഫർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് പ്ലീസ് ഡു ഫോളോ ദ പേജ്. അടുത്ത ദിവസം മറ്റൊരു പെറ്റുമായി കാണാം. Until then, take care. Bye bye. Bye.